വളരെ എളുപ്പത്തിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ വീട്ടിൽ പൈനാപ്പിൾ ജാം തയ്യാറാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് 2 ചെറിയ പൈനാപ്പിളാണ്. ഇതിപ്പോൾ മുറിച്ചെടുത്ത സമയത്ത് ഒരു 2 കപ്പാണ് കേട്ടോ ഉള്ളത്. 2 കപ്പാണ് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷമുള്ള അളവ്. അപ്പോൾ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടായിട്ടാണുള്ളത്. ഇപ്പോൾ ചൂടായ പാനിലോട്ടേക്കാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി പഞ്ചസാരയുടെ അളവാണ്. നിങ്ങൾക്ക് 2 കപ്പിന് 2 കപ്പ് അളവിൽ തന്നെ വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1.25 കപ്പിനടുത്ത് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. ജാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും 2 ഗ്രാമ്പുമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുക്കി ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പാകത്തിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ തവി വെച്ച് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ജാം നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്ന ഒന്ന് കട്ടിയായിട്ട് വരുന്ന പാകത്തിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ ഒരു 10-12 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നു. ഒരു ഇത്തിരി സമയം കൂടി ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ശരിക്കും പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടി അങ്ങ് കുറുകി വരും. അപ്പോൾ ഒത്തിരി കട്ടിയാകുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പാകത്തിന് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് കറുവപ്പട്ടയും അതുപോലെ ഗ്രാമ്പും എടുത്തു മാറ്റാം. അപ്പോൾ ഇത് രണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അതുപോലെ തന്നെ പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കണ്ടോ നമ്മൾ തവിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാതെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.